2025 ഡിസംബർ 28 മുതൽക്ക് 2026 ജനുവരി 3 വരെ ഉള്ള 7 ദിവസങ്ങൾ, അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫല നിരൂപണം എല്ലാ രാശികളുടെയും മേഷാദി, മേടം, ഇടവം മുതലായിട്ടുള്ള 12 രാശികളുടെയും ഫലങ്ങൾ സാമാന്യ നിരൂപണം നടത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ. ഇത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഇത് വർഷാന്ത്യമാണ്. ഈ ആഴ്ചയുടെ അവസാനം വരുമ്പോൾ ജനുവരി 1 തീയതി മുതൽക്ക് 3 തീയതി വരെയുള്ള ദിവസങ്ങളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ധനുവിൽ 4 ഗ്രഹങ്ങൾ ചതുർഗ്രഹ യോഗം ഉണ്ടാകുന്നുണ്ട്. സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ ഈ 4 ഗ്രഹങ്ങളും ധനുവിലേക്ക് പകർച്ച ഉണ്ട്. ഏറ്റവും ഒരു ശക്തമായിട്ടുള്ളൊരു ടേണിംഗ് പോയിൻ്റായിട്ട് വരും ഈ ചതുർഗ്രഹ യോഗം കൊണ്ട് എല്ലാ രാശിക്കാർക്കും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ. ആഴ്ചയുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ആത്മപരിശോധനയുടെ ഒരു കാലമാണ്. ഈ ഒരു വർഷത്തെ നമ്മുടെ അനുഭവങ്ങളും ഇത് വച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തെ എങ്ങനെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഭാവന ചെയ്യാനും ഒക്കെ സാധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അതിന് അനുസൃതമാണ് ഗ്രഹസ്ഥിതിയും ഈ ചതുർഗ്രഹ യോഗവും മറ്റും അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പണം എല്ലാവർക്കും ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അവസരങ്ങളുണ്ടാകുന്നുണ്ട്. എന്നാൽ അതിൻ്റെ വിനിമയം, അതായത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും ജയാപജയങ്ങൾ ഉണ്ടാവുക. നമുക്ക് ആദി രാശികളുടെ സാമാന്യ ഫല നിരൂപണം നടത്താം. അടുത്തത് കന്നിക്കൂറാണ്. വിർഗോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഉത്രത്തിൽ 3/4, ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം, ചിത്തിര, അര, ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. ഭാവം കൊണ്ട് 4ലാണ്, ധനുവിലാണ് സൂര്യ, ബുധ, ശുക്ര, കുജ യോഗങ്ങൾ വരുന്നത്. 10ൽ വ്യാഴവുമുണ്ട്. 7ൽ ശനിയുണ്ട്. കണ്ടകശനിയുടെ ദുരിതങ്ങൾ അവർക്ക് കുറച്ചൊക്കെ അനുഭവിക്കാതിരിക്കാൻ സാധിക്കില്ല. ജോലി സംബന്ധമായിട്ട് ചില സ്ട്രെസ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇവരുടെ ഭൂമി സംബന്ധമായിട്ടും അല്ലെങ്കിൽ പ്രോപ്പർട്ടി സംബന്ധമായിട്ടും ഉള്ള ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാവുന്നതാണ്. ഇവർക്ക് കുടുംബത്തിൽ ചില മെഡിക്കൽ ചെലവുകളും മറ്റും, പ്രത്യേകിച്ച് അച്ഛനമ്മമാരും ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടാകാം. ആരോഗ്യപരമായിട്ട് നെഞ്ചുവേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ തരം രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ആങ്സൈറ്റിയും ഇവർക്ക് കുറച്ച് ഈ ആഴ്ച കൂടുതലായിട്ട് കാണാവുന്നതാണ്. വീട്ടിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കണം. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നിത്യേന ലളിതാ സഹസ്രനാമം ജപിക്കുകയും പാല് നിവേദിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അരി ദാനം ചെയ്യുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ്.